അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ PCOSൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ PCOS കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാവുക, PCOSൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നിൽ അസസ് ചെയ്യാൻ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞു. അതിനെന്തൊക്കെയാണ് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അതൊക്കെ ഞാനൊരു ഓവർവ്യൂ തന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ മീൻസ് എന്ത് സ്റ്റെപ്പാണ് അടുത്തത് എടുക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് PCOS ഉണ്ട് എന്ന് മനസ്സിലായി, അത് നിങ്ങളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. വാട്ട്സ് നെക്സ്റ്റ്, എന്താണ് ഞാൻ അടുത്തത് ചെയ്യേണ്ടത് എന്നാണ് ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട് എന്നൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മളത് കറക്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. PCOS റിവേഴ്സ് ചെയ്യാനുള്ള പ്ലാന് തയ്യാറാക്കുന്നതിൻ്റെ മുമ്പ് നമുക്കറിയേണ്ടത് എന്തുകൊണ്ട് നമുക്ക് PCOS വന്നു, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാൻ ഒരു കാരണമുണ്ട്. അത് നമുക്ക് പണ്ടുണ്ടായിരുന്നില്ല, പക്ഷേ പിന്നെ നമുക്ക് കാലക്രമേണ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ വന്ന് നമ്മളറിയാതെ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ സ്ലീപ്പ് കറക്റ്റാണോ എന്നുള്ളത് നോക്കണം. അതായത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ, ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുക, അങ്ങനെ ഇറഗുലറായിട്ട് ഉറങ്ങുന്ന അങ്ങനത്തെ ശീലമുണ്ടോ, അല്ലെങ്കിൽ ഉറക്കം ഒരുപാട് സ്കിപ്പ് ചെയ്തിട്ട് ഉറക്കം ഒരുപാട് കറക്റ്റ് നമ്മൾ ഉറങ്ങി തീർക്കാതെ ഉറക്കത്തിന് നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഉറക്കക്ഷീണം മാറ്റുന്ന അത്തരം ക്ഷീണങ്ങളുണ്ടോ, ഇതാണ് നമ്മൾ ഫസ്റ്റായിട്ട് അസസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് അസസ് ചെയ്യേണ്ടതാണ് നമ്മളെ മെൻ്റൽ വെൽബീങ്, അതായത് നമ്മളെ സ്ട്രെസ് ആങ്സൈറ്റി ലെവൽ. നമുക്ക് പുറമേ കാണിക്കുന്ന രീതിയിൽ നമുക്കൊരുപാട് പറയൽ, സ്ട്രെസ്, ആങ്സൈറ്റി അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡ് മൂഡാണോ, നമ്മൾ ഹാപ്പി ആണോ, നമ്മൾ കംഫർട്ടബിൾ ആണോ, അതായത് നമ്മളെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് സബ് കോൺഷ്യസ് ആയിട്ട് ആങ്സൈറ്റി ഉണ്ടാവും. അതായത് പുറമേ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷനൊന്നും ഉണ്ടാവില്ല, ബട്ട് ചിലപ്പോൾ പെട്ടെന്ന് വയറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോകാൻ തോന്നുക, ഫുഡ് കഴിച്ചാൽ ഗ്യാസ് കയറുന്ന പോലെ തോന്നുക, വയറ് വീർത്ത് വരിക, അങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ ചെറിയ രീതിയിൽ സബ് കോൺഷ്യസ് ആയിട്ട് ചെറിയ രീതിയിൽ ആങ്സൈറ്റി അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. അടുത്തതായിട്ട് നോക്കേണ്ടതാണ് നമ്മളെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റാറ്റസ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓൾമോസ്റ്റ് ഒരു സെയിം രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ചില ദിവസം നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആണ്, നമ്മൾ PCOS മാറ്റണം എന്നൊക്കെ ഉണ്ട്, ഫുഡ് ഡയറ്റൊക്കെ ചെയ്യാൻ റെഡിയാണ്, ചില ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഔട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് സ്ലീപ്പ്, പിന്നെ ഈ സ്ട്രെസ്, ആങ്സൈറ്റി, പിന്നെ നമ്മളെ മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ, അതുപോലെ നമ്മളെ ലെവൽ ഓഫ് മോട്ടിവേഷൻ, ഇതാണ് നമ്മൾ ഫസ്റ്റ് അസസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെ ഉറക്കം, ആങ്സൈറ്റി, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, ഇത് മൂന്നും കറക്റ്റ് ചെയ്യാതെ നിങ്ങൾ ഡയറ്റ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് പ്ലാൻ തയ്യാറാക്കിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. രണ്ടാമത്തത്, നിങ്ങൾ ഈ ഉറക്കം ശരിയില്ല, സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒരു മെൻ്റൽ സ്റ്റാറ്റസ് കറക്റ്റ് ഫിറ്റാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവാനും ചാൻസ് കുറവാണ്. അതായത് നിങ്ങൾ കുറച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്യും, നിങ്ങൾ കുറച്ച് എക്സസൈസൊക്കെ ഫോളോ ചെയ്യും, ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തിന് നിങ്ങൾ ഔട്ടാവും. അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കുറച്ച് റിസൾട്ടൊക്കെ 10 ദിവസത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, ആ കിട്ടിയ ചേഞ്ചൊക്കെ പോവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സ്ലീപ്പ് കറക്റ്റ് ചെയ്യണം. ഈ സ്ലീപ്പ് കറക്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഉറങ്ങാൻ അടുപ്പിച്ച് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. കാരണം ഉറങ്ങുന്നതിൻ്റെ അടുപ്പിച്ച് നമ്മൾ മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് നമ്മളെ കണ്ണിലടിച്ച് കഴിഞ്ഞാൽ അത് ഉറക്കം ഡിലേ ആവും. അതായത് നമ്മളെ ബോഡിക്ക് അതൊരു രാവിലെ എന്നുള്ള അതുപോലത്തെ ഒരു സിഗ്നലാണ് ബ്രെയിനിക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളൊരു 10 മണിക്ക് കിടക്കാൻ നിന്നു, അതിൻ്റെ അരമണിക്കൂർ മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിന് വിചാരിക്കും ഇത് രാത്രി ആയിട്ടില്ല, രാവിലെയാണ് എന്ന്. കാരണം മൊബൈലിൽ നിന്ന് സിഗ്നൽ കിട്ടുന്നുണ്ട്, ഈ ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറക്കം കുറച്ചും കൂടെ ഒരു 11-12 അങ്ങോട്ടാവും. ഇനി 12 മണിക്കാണ് മൊബൈൽ എടുക്കുന്നുണ്ടെങ്കിൽ ബോഡി അപ്പോഴും വിചാരിക്കും ഇത് രാത്രിയല്ല പകലാണെന്ന്. അപ്പോൾ ബോഡി ഉറക്കം വീണ്ടും ഡിലേ ആക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഉറക്കം ഷിഫ്റ്റ് ചെയ്ത് 12-1 മണി അങ്ങനെ ലേറ്റായി പോകും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ സ്ലീപ്പ് കിട്ടാതെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്.
രണ്ടാമത്തത് ഞാൻ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അതുപോലെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അത് ഫസ്റ്റ് കറക്റ്റ് ചെയ്യണം. ഈ സ്ലീപ്പിൻ്റെ കൂടെ തന്നെ കറക്റ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം നമ്മൾ മെൻ്റലി ഒരുപാട് ഡിസ്റ്റർബ് ആണെങ്കിൽ അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അത് സ്ലീപ്പിനെ വല്ലാതെ ബാധിക്കും. അതായത് ഉറക്കത്തിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ നമ്മൾ മെൻ്റൽ സ്റ്റാറ്റസ് ഓക്കെ അല്ലെങ്കിൽ ക്രേവിങ്സ് ഒരുപാട് കൂടും. കാരണം മെൻ്റലി നമ്മളത്ര ഹാപ്പി അല്ല, ആങ്സൈറ്റി ഡിപ്രഷൻ ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെൻ്റൽ സ്റ്റാറ്റസ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കും. ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, ഇതിനോടുള്ള ക്രേവിങ്സ് ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പോൾ അത് മെൻ്റൽ സ്റ്റാറ്റസ് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടില്ലാതെയാണ് ഡയറ്റിന് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡയറ്റ് ഫോളോ ചെയ്യാൻ കഴിയില്ല. കാരണം ക്രേവിങ്സ് ഒരുപാട് അൺകൺട്രോൾഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡയറ്റ് പ്ലാൻ ഫ്ലോപ്പ് ആവും. അതുപോലെ തന്നെ ഈ ആങ്സൈറ്റി ഡിപ്രഷൻ ഇത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ എക്സസൈസിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊന്നും കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഈ ചെയ്യുന്ന എക്സസൈസ് ഒരുപാട് ഭാരപ്പെട്ട പണിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനും നമുക്ക് പറ്റില്ല.